യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. 15 ദിവസത്തെ പ്രാർത്ഥനയിലാണ് നമ്മൾ കടന്നുപോയത്. ഇത് അവസാനിക്കുന്നില്ല. ഈ മാസം മുഴുവൻ ഈ പ്രാർത്ഥന ഇവിടെ വയ്ക്കും. ഈ പ്രാർത്ഥന ഉണ്ടാകും. കാരണം അത് വ്യക്തിപരമായ ഓരോരുത്തരുടെയും വിളിയും പറച്ചിലും എഴുത്തും അതിൻ്റെ പ്രതികരണമൊക്കെ കേട്ടപ്പോൾ മനസ്സിലായി ഈ പ്രാർത്ഥന എത്ര ഗൗരവമുള്ളതാണെന്ന്, എത്ര പ്രാധാന്യമാണെന്ന്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്താണ് ആളുകൾ ഈ പ്രാർത്ഥനയെ കണ്ടതും സ്വീകരിച്ചതും സ്നേഹിച്ചതും എഴുതി അയച്ചതും. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾ എഴുതി അയച്ച നിയോഗങ്ങളുണ്ട്, കൊണ്ടുവന്ന് തന്നതുണ്ട്. ഇതെല്ലാം വെറും പേപ്പറുകൾ മാത്രമല്ല, അതിൽ കുഞ്ഞുങ്ങളുടെ ഉണ്ട്, ഫോട്ടോയുണ്ട്. ഏകദേശം 50,000-ഓളം കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് ഇവിടെ. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിച്ചേ. ഈ ആലയത്തിലെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചു തന്നവരാണ്. അത് ഏറ്റവും വിലയുള്ളതായി കാണുവാണ്. അത് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ എഴുതി അയക്കുമ്പം എത്രമാത്രം അവർ ദൈവത്തോട് ചേർന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ എഴുതാൻ തോന്നിയത്, അയക്കാൻ തോന്നിയത്, പങ്കെടുക്കാൻ തോന്നുന്നത്. നിങ്ങളെ ബഹുമാനത്തോടും പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടെ കാണുന്നു. നിങ്ങളൊരു അനുഗ്രഹമാണ്. മാതാപിതാക്കളെ, നിങ്ങൾ സത്യത്തിൽ ദൈവത്തിൻ്റെ മനസ്സുള്ളവരാണ്. ദൈവാനുഗ്രഹമാണ്. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളും ആ ഒരു കാര്യത്തെ പ്രാർത്ഥനയോടെ കാണണം. കർത്താവായ യേശുവേ, ഈ ആലയത്തിലേക്ക് ലഭിച്ചിട്ടുള്ള നിയോഗമാണ് ഇത്. സാധാരണ വെറുതെ എന്തൊക്കെയോ എഴുതിയ പേപ്പറുകളല്ല. ഇതൊരുപാട് മാതാപിതാക്കളുടെ മനസ്സാണ്, പ്രതീക്ഷയാണ്, സ്വപ്നമാണ്. 50,000-ത്തിലധികം കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഒന്നിച്ചൊന്ന് അനുഗ്രഹിച്ചേ, ഒന്നിച്ചിവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആലയത്തിലെ പ്രാർത്ഥനയ്ക്കും ദൈവാനുഗ്രഹത്തിനുമായി ഏൽപ്പിച്ചിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ ഒരു മാസം മുഴുവൻ ഇവിടെ എത്ര ആയിരം മനുഷ്യർ വരുന്നുണ്ടോ, അവരുടെ എല്ലാം പ്രാർത്ഥന ഇതിന്മേൽ ലഭിക്കും. എല്ലാവരും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വരുന്ന 1000 കണക്കിന് മനുഷ്യരുടെ കരങ്ങളെ ഉയർത്തി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നും പ്രാർത്ഥിക്കുന്ന ഈ ബലിപീഠത്തിൽ ഇവരോർക്കും. ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവാനുഗ്രഹം വെളിപ്പെടണമേ. എല്ലാവരും രക്ഷപ്പെടണം. നല്ല സ്വഭാവത്തോടെ വരണം. ദൈവാനുഗ്രഹമായിട്ട് വരണം. സാക്ഷ്യത്തിൻ്റെ ആളുകളായി മാറണം. സാക്ഷ്യം പറയത്തക്ക വിധം അനുഗ്രഹമാക്കണമേ. അനുഗ്രഹയിലെ കൈവിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിലാണ് ഓരോ പേരുകളും പ്രാർത്ഥനകളും ഉള്ളത്. അനുഗ്രഹയിലെ കൈവിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിലാണ് ഓരോ നിയോഗമുള്ളത്. ഇത് ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണേലും നിങ്ങളെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഒരു സാക്ഷ്യം പറയാനിടയാകത്തക്ക വിധം ഈ കുഞ്ഞുങ്ങൾ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർന്നു വരാൻ ഇടയാകണമേ. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിക്കപ്പെടണം. വചനത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ അവർ നയിക്കപ്പെടണം. പ്രാർത്ഥിക്കുവാണ്. ഇന്ന് നമുക്ക് ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കുവാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. 19-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകനെ കാണുന്നുണ്ട്. ഏലിയ ഇദ്ദേഹം ഭയങ്കരമായി പേടിച്ചു പോയൊരു സമയം എഴുതിയിട്ടുണ്ട്. വായിക്കുകയാണ്. 19-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഏലിയ ചെയ്ത കാര്യങ്ങളും
പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുമ്പ് ഞാൻ നിൻ്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റേതുപോലെ ആക്കും, നിന്നെ ഞാൻ കൊല്ലും എന്ന് പ്രവാചകൻ്റെ അടുത്തേക്ക് ആളെ വിട്ട് ആര് പറഞ്ഞു? ഒരു ദൂതനെ അയച്ച് ആഹാബ് ജസബലിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏലിയ എന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് പറഞ്ഞു, നാളെ ഈ നേരമാകുമ്പോൾ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഏലിയ ഭയപ്പെട്ടു, ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു, പേടിച്ചുപോയി. ഏലിയ പേടിക്കാനോ പ്രവാചകനായ ഏലിയ ഭയപ്പെടാനോ? മഴ പെയ്യാൻ പ്രാർത്ഥിച്ചു, മഴ പെയ്യിച്ചു. ആകാശം അടയ്ക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടച്ചു. പ്രാർത്ഥിച്ചാൽ അതുപോലെ സംഭവിക്കാൻ കൊണ്ടുവരാൻ കഴിവുള്ള ഏലിയ ഇപ്പോൾ പേടിച്ചോടുന്നു, ഭയപ്പെട്ടോടി. അവിടെ നിന്ന് ഓടി. 4-ാമത്തെ വാക്യം, അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്നൊരു വാടാ മുൾച്ചെടിയുടെ തണലിലിരുന്നു. എന്നിട്ട് മരണത്തിനായി വരെ പ്രാർത്ഥിച്ചു. എനിക്ക് ജീവിതം മടുത്തു, എനിക്ക് മതി, ഇത്രയൊക്കെ ജീവിച്ചത് മതി എന്ന നിരാശയിൽ വിഷമത്തിൽ പ്രവാചകൻ പറഞ്ഞു ദൈവത്തോട്. ഇനി ദൈവത്തിൻ്റെ മറുപടി 9-ാമത്തെ വാക്യം, 19:9. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. ഒരു ഗുഹയ്ക്കകത്ത് താമസിക്കുവാണ്. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതാണ്. അവിടെ വച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു, ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, ഏലിയ ദൈവത്തിൻ്റെ വാക്ക് കേട്ടു, ശ്രവിച്ചു. ഏലിയ, നീ അവിടെ എന്നാ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ യാത്ര ചെയ്ത് ഇപ്പോൾ ഒരു ഗുഹയ്ക്കകത്തായിരിക്കുന്നത്. ഇതെങ്ങനെ ദൈവം അറിഞ്ഞു? നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ കാണുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്നൊരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബലിപീഠത്തിനടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഭവനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന, ഇതാര് കണ്ടില്ലേലും ദൈവം കാണുന്നുണ്ട്. നല്ല തമ്പുരാൻ ഇത് കാണുന്നുണ്ട്, നല്ല തമ്പുരാൻ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ഏലിയായോട് ചോദിച്ചു, എന്തു ചെയ്യുന്നു? അപ്പോൾ ഏലിയ പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയിൽ ഞാൻ ജ്വലിക്കുവാണ്. 11-ാമത്തെ വാക്യം, നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക, അവിടുന്ന് അരുളി ചെയ്തു. ഏലിയായോട് പറഞ്ഞു, നീ ചെന്ന് പേടിച്ച് അവിടെ ഇവിടെ ഒന്നും ഇരിക്കാതെ, ഭയപ്പെട്ട് മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ, നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നീ മലയിൽ ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. ഇത് ഏലിയ അനുസരിച്ചു കേട്ടോ. ഇനി നിങ്ങൾ ഓർക്കണം, ദൈവം തെരഞ്ഞെടുത്ത ഏലിയായുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടായി. നിന്നെ കൊന്നുകളയുമെന്നാണ് ഒരാൾ ദൂതനെ വിട്ടു പറഞ്ഞത്. ഓടി മരുഭൂമിയിലൂടെ നടന്നു, ഗുഹയിൽ താമസിച്ചു. ഇപ്പോൾ ഇവിടെല്ലാം ദൈവത്തിൻ്റെ ഒരു സഹായം ഈ പ്രതിസന്ധിയിലും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏലിയായോട് ദൈവം പറയുക, നീ മലയിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. കാര്യം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും. ഇനി അടുത്ത ഭാഗം ഒന്ന് വായിക്കട്ടെ. 19-ാം അധ്യായം 15 മുതലുള്ള വാക്യം, കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക, അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക, നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും അബേമെഹോലിനെ ഷഫാത്തിൻ്റെ മകൻ ഏലീശായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. കാര്യം പ്രതിസന്ധികളുണ്ടായാലും ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവസന്നിധിയിൽ നിന്ന, മലയിൽ ദൈവസന്നിധിയിൽ നിന്ന ഏലിയ ഇപ്പോൾ ആരായി? രാജാക്കന്മാരെ പോലും അഭിഷേകം ചെയ്യത്തക്ക വിധം ദൈവാനുഗ്രഹമുള്ളവനായി മാറി. ആരാണ് അങ്ങനെ മാറിയത്? ദൈവസന്നിധിയിൽ ദൈവാനുഗ്രഹത്തിൽ നിന്ന ഏലിയായാണ്. ജീവിതത്തിൽ പ്രതിസന്ധികളോ വെല്ലുവിളികളും ഓടിപ്പോകുന്ന അവസ്ഥയും
മരുഭൂമി അവസ്ഥയും ഒക്കെ ഉണ്ടായാലും എത്തിച്ചേർന്നത് രാജാക്കന്മാരെ പോലും അഭിഷേകം ചെയ്യത്തക്ക വിധം ഒരു ശക്തനായ പ്രവാചകനായിട്ടാണ് മാറിയത്. ഇന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക്, പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങൾക്ക്, മക്കൾക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം, കുടുംബത്തിനകത്തുണ്ടാകാം. പക്ഷേ മറ്റൊരാൾ ബഹുമാനിക്കത്തക്ക വിധം ഒരു സ്ഥാനം, ഒരു മാന്യതയും ഒരു ഉയർച്ചയും ദൈവം ഏലിയായ്ക്ക് നൽകിയതുപോലെ നൽകും. ദൈവം പറഞ്ഞ വാക്കതാണ് ഏലിയായോട്, നീ പോയി മലയിൽ നിൽക്കുക, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിൽക്കുക, ഈ ഗുഹയിലിരിക്കാതെ. ദൈവം നയിച്ച വഴികളിലൂടെ പോയ ഏലിയ രാജാക്കന്മാരെ പോലും, അതും വലിയ വലിയ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ദൈവം നിയോഗിച്ചു. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരൊക്കെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു കഥ പറയാൻ, സാക്ഷ്യത്തിൻ്റെ ഒരു കാര്യം ദൈവസന്നിധി വിളിച്ചു പറയാൻ ഇടയാകും. ദൈവം അനുഗ്രഹിക്കും. നമുക്ക് ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം. കർത്താവായ യേശുവേ, ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ലഭിച്ചിട്ടുള്ള സകല കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു, അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ 15 ദിവസവും മുടങ്ങാതെ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ഓർക്കുന്നു. ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഈ പ്രാർത്ഥന നിസ്സാരമല്ല. ഈ പ്രാർത്ഥന കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ എല്ലാം ദൈവം ഇടയാക്കുന്ന ചില നിമിഷങ്ങളും മണിക്കൂറും മിനിറ്റുകളുമാണ്. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്കും സാധ്യമെങ്കിൽ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇവിടെ വച്ചിട്ടുള്ള ഒരു നിയോഗവും എടുത്ത് കളയില്ല. അത് തുടരെയുള്ള പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. യേശുവേ, ഈ 15 ദിവസവും ഞങ്ങളോട് കൂടെ പ്രാർത്ഥിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ നല്ല മനസ്സിന് നന്ദി. കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന്, പ്രോത്സാഹിപ്പിച്ചതിന്, നല്ല വാക്കുകൾ നൽകിയതിന്, ഒപ്പം നിന്നതിന്, എഴുതി അയച്ചതിന്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഷെയർ ചെയ്യാൻ മനസ്സ് കാണിച്ചത്, അനേകരെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിയിച്ചതിന് എല്ലാം നന്ദി. അവരെല്ലാം തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ഈശോയുടെ നല്ല ആശീർവാദം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് നൽകുകയാണ്. 15 ദിവസവും ഞങ്ങളോടുകൂടി ആയിരുന്ന നിങ്ങൾക്ക് നന്ദി, സഹകരിച്ചതിന് നന്ദി, പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇത് അവസാനിക്കുകയില്ല. ഈ ഒരു തുടർന്നുള്ള മാസങ്ങളെല്ലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, അപകടം, ചതികളിൽ നിന്ന്, വഞ്ചനയിൽ, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ 15 ദിവസവും പ്രത്യേകമായി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറയുന്നു. നിങ്ങളെ മനസ്സുകൊണ്ട് പ്രാർത്ഥനയിൽ അനുഗ്രഹിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടെ നിന്നതിന് ഒത്തിരി നന്ദി. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.